നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷം എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. പലർക്കും ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെച്ചോളാം. സോ ഫസ്റ്റ് നമുക്ക് ഇതുപോലൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ് തരുന്നത്. ഈ ഡാറ്റ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എവല്യൂഷണറി ട്രീ വരയ്ക്കാൻ പോകാൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ളത് സ്കോൾ, ഫോർലിം, ഹെയർ ഫർ, ലാക്ടേഷൻ 4 ഫീച്ചേഴ്സ് പെക്യുലാരിറ്റീസ് തരും. അതുപോലെ തന്നെ 4 ഓർഗാനിസത്തിന്റെ പേരും തന്നിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് ഇത് 4 യെസ് ഉള്ള ഒരു ഓർഗാനിസം ഉണ്ട്. അതുപോലെ തന്നെ ഈ 4 യെസ് പറയുന്ന ഫീച്ചർ അല്ലെങ്കിൽ 4 ആൾക്കും പ്രസന്റ് യെസ് 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 എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഉണ്ട്. അതാണ് സ്കൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. അതിലാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എവല്യൂഷണറി ട്രീ വരയ്ക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് 4 സ്കള്, അത് ഏറ്റവും കോമൺ ആയിട്ടാണ് വരിക. ആൻഡ് എല്ലാ സാധനങ്ങളും യെസ് ഉള്ള ആളാണ് ഇവിടെ ലാസ്റ്റ് വരുന്നത് മാൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഇവിടെ മാൻ എഴുതുക. തൊട്ടും മേലെ 3 യെസ് വരുന്നവരുണ്ടല്ലോ, ആ 3, ഇപ്പൊ ഡോഗിനാണെങ്കിലും 4 ഉണ്ട്, മാനിനാണെങ്കിലും 4 ഉണ്ട്. സോ 2 ആൾക്കും നമുക്ക് ലാക്ടേഷൻ ആൻഡ് ഹെയർ ഫർ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നാ തന്നിട്ടില്ലെങ്കിൽ അത് ഓരോന്ന് കുറയുന്ന പോലെ പോവാം. ആൻഡ് ഇവിടെ മാൻ എഴുതി, 4 ആൾക്കും യെസ് ഉള്ള ഹെയർ ഫർ, ലാക്ടേഷൻ നമുക്ക് എഴുതി. ഇനി ഈ 2 ആൾക്കും അതുപോലെ തന്നെ ഹെയർ ഫർ നമ്മൾ പറഞ്ഞു, ലാക്ടേഷൻ പറഞ്ഞു. ഇനി 4 ലിംസ് അടുത്ത ഫീച്ചർ ആയിട്ട് എടുക്കുമ്പം ഇവർക്ക് 2 പേർക്കും ഉണ്ട്. പിന്നെ 4 ലിസാർഡിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫീച്ചർ എടുക്കുമ്പോഴാണ് സ്കള്ളും കൂടി വരുന്നത്. സോ സ്കള്ളാണ് ഏറ്റവും പുറമെ വരിക. സ്കൾ അല്ലെങ്കിൽ തലയോടെ ഏറ്റവും പുറമെ ഇടുന്നു. അങ്ങനെ 4 യോജിപ്പിച്ച് വരുമ്പോൾ ലങ് ഫിഷും കൂടെ വരുന്നു. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 ഫീച്ചറും ഉള്ളയാളെ ഇവിടെ ലാസ്റ്റ് ആക്കി എഴുതാം. ആൻഡ് 4 പേർക്കും കോമൺ ആയിട്ടുള്ള ഫീച്ചർ ഏറ്റവും ഔട്ടർ മോസ്റ്റ്, അതാണ് മെയിൻ കോമൺ ആയിട്ട് ഒരു ഫീച്ചർ എടുക്കേണ്ടത്. അതിൽ നിന്ന് വേണം ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ് തന്നെയാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മറ്റൊരു ഫീച്ചർ തന്നിട്ടുള്ളതാണിത്, വെർട്ടിബ്രൽ കോളം, 2 പെയർ ഓഫ് ലിംബ്, മെമ്മറി ഗ്ലാൻഡ്, പ്ലാസന്റ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ ആരെ എടുക്കാം, തന്നിട്ടുള്ള ഫീച്ചറിൽ ആരാണുള്ളത് നോക്കുക. 4 ഉണ്ട് എന്ന് പറയുന്നത് മനുഷ്യനാണ്. സോ മാൻ, മനുഷ്യനെ നമ്മൾ ലാസ്റ്റത്തേക്ക് എഴുതുന്നു, മനുഷ്യൻ. പിന്നെ അതിന്റെ മേലെ വരുന്നതാണ് കാങ്കറു അല്ലേ, കങ്കാരു. പിന്നെ വരുന്നതാണ് ഫ്രോഗ് അല്ലെങ്കിൽ തവള. പിന്നെ വരുന്നതാണ് സ്രാവ് അല്ലെങ്കിൽ ഷാർക്ക്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, മാനിന് പ്ലാസന്റ എന്ന് പറയുന്നത് മാനിനുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇല്ല. അപ്പൊ നമ്മൾ മാനിലേക്ക് പ്ലാസന്റ എടുത്തു. പ്ലാസന്റ മാനിന് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി കാങ്കരൂനും മാനിനും 2 ആൾക്കും കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുക്കുകയാണ്. കാങ്കരൂനും അതുപോലെ മാനിനും 2 ആൾക്കും ഉള്ളത് ഏതാണ്, പാൽ ഉൽപാദക ഗ്രന്ഥികളാണ്, അതായത് മാമറി ഗ്ലാൻഡ്സ് ആണ് അല്ലെ. മാമറി ഗ്ലാൻഡ്സ് പാല് ഉൽപാദക ഗ്രന്ഥികളാണ്. ഓക്കെ, അത് നമ്മൾ കോമൺ എടുത്തു. ഇനി ഫ്രോഗിലേക്ക് വരുന്നു. ഫ്രോഗ്, കാങ്കറു, മാന് ഇവർക്ക് 3 പേർക്കും ഉള്ള സാധനമാണ് 2 ജോഡി കാലുകൾ, 2 പെയർ ഓഫ് ലഗ്സ്. ഓക്കെ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഷാർക്കിലേക്ക് കൂടെ ജോയിൻ ചെയ്തു. 4 ആൾക്കും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്, ഇവിടെ നട്ടലാണ് അല്ലെ, വെർട്ടിബ്രൽ കോളം, നട്ടല്. ഇപ്പൊ കണ്ടോ എവല്യൂഷണറി ട്രീ ആയത്. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു വെക്കേണ്ടത്. സോ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക, കോമൺ ആയിട്ടുള്ള ഭാഗം എവിടെയാണെന്നും കൂടെ പറയാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ 2 മാർക്കിന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്, വാട്ട് ഇസ് DNA ബാർകോഡിംഗ്. DNA ബാർകോഡിംഗ് ഇസ് ദി ടെക്നോളജി ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസസ് ഓഫ് DNA. മോസ്റ്റ് സയന്റിഫിക് ടെക്നോളജി ഫോർ ഐഡന്റിഫൈ ദ സ്പീഷീസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ചസ്. Unlike traditional method, it helped to recognize the species at molecular level. This made possible by creation and sharing of DNA barcode by researchers and laboratory. DNA പ്രത്യേകം നമ്മുടെ തന്മാത്ര ശ്രേണികൾ, അതായത് അവരുടെ കോഡുകൾ ഉണ്ട്. ആ കോഡുകൾ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ഓരോ ജീവികൾക്കും കോമൺ ആയിട്ട് വരുന്നത്, അതിനെ മനസ്സിലാക്കാനാണ് നമുക്ക് DNA ബാർകോഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം
ഈ പറയുന്ന ബയോളജിക്കൽ എവല്യൂഷണറി സ്റ്റഡിയിലൊക്കെ സ്പീഷീസുകളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് DNA ബാർകോഡിങ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, തന്മാത്ര ലെവലിൽ ജനറ്റിക് ലെവലിൽ ഓരോരുത്തരുടെയും ഡിഫറൻസസും കോമൺ ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നവരും സിമിലാരിറ്റി ഉള്ള സ്പീഷീസ് ഏതാണെന്നും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് DNA ബാർകോഡിങ്. ഈ 2 പോയിന്റും നിങ്ങൾ സ്പെഷ്യലി പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ്. സോ 4 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് ഉറപ്പിക്കേണ്ട 2 ടോപ്പിക്കാണിത്. സോ ഷുവറാക്കി വെക്കുക, പഠിക്കുക. So all the very best. Bye bye.